നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ പിന്നാലെ ഇ ഡി നടക്കുമ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജ് അന്നേ പറയുമായിരുന്നു ലക്ഷ്യം വീണയല്ല പിണറായിയാണെന്ന്. പിണറായിക്കും ഇക്കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു ദിവസം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ തൻ്റെ വസതിയിലേക്ക് കയറി വന്നപ്പോൾ പിണറായിയോട് ഒന്നും ചോദിക്കാതിരുന്നപ്പോൾ ചോദ്യമെല്ലാം മകളോടായപ്പോൾ പിണറായിക്ക് നേരിയ പ്രതീക്ഷ വീണ് കിട്ടി. അതുകൊണ്ടാണ് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി ഇങ്ങനെ പ്രതികരിച്ചത്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷെ അത് വെറുമൊരു ദിവാസ്വപ്നം മാത്രമായിരുന്നു. മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ജനങ്ങൾ ആട്ടി ഓടിച്ചിട്ടും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കാതിരുന്നിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ കയറിയിരുന്നതും അധികാരത്തിൻ്റെ എന്തെങ്കിലും ഒരു സംരക്ഷണമുണ്ടെങ്കിൽ താൻ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവിയുണ്ടെങ്കിലും മോദിയും അമിത്ഷായും ഒന്നും വില കൊടുക്കുന്ന പദവിയല്ല എന്ന് പിണറായിക്ക് മനസ്സിലാവാൻ ഡൽഹിയിലെ വിമാനത്താവളത്തിലെ ബിസിനസ് ലോഞ്ചിൽ കാത്തിരുന്നപ്പോൾ വിമാനം വിട്ടുപോയതെങ്കിലും കാരണമാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇ.ഡി. മകളുടെ പിന്നാലെ നടന്നത് പിണറായിയിലേക്കുള്ള വഴി തേടിയായിരുന്നു. ആ വഴി അവർ കണ്ടെത്തിയിരിക്കുന്നു. ക്ലിഫ് ഹൗസിൽ നിന്ന് പിണറായി വിജയൻ ധൃതി പിടിച്ച് സാധന സാമഗ്രികളെല്ലാം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള 5000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു സ്വകാര്യ വസതിയിലേക്ക് മാറ്റിയപ്പോൾ പിണറായി ഒരിക്കലും കരുതിയില്ല ആ സമയത്ത് തന്നെ ഇ.ഡി. എത്തുമെന്ന്. സാധാരണഗതിക്ക് മുഖ്യമന്ത്രിയുടെ വസതി ഒഴിഞ്ഞാൽ പിന്നെ പോവേണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്കാണ്. എന്നാൽ അവിടെ താമസിച്ചിരുന്ന പുതിയ മുഖ്യമന്ത്രി ആ വസതി ഒഴിയാത്തത് കൊണ്ട് വേണമെങ്കിൽ AKG സെൻറ്ററിലേക്ക് മാറാം. അങ്ങനെയാണ് AKG സെൻറ്ററിൻ്റെ 2 മുറികൾ പിണറായിക്ക് വിട്ടുകൊടുത്തു അങ്ങോട്ട് മാറുന്നു എന്ന വാർത്ത വന്നത്. ആ വാർത്ത സൃഷ്ടിച്ച ശേഷം അതീവ രഹസ്യമായി പിണറായി ബേക്കറി ജംഗ്ഷനിലെ സ്വകാര്യ വസതിയിലേക്ക് മാറിയത് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നെങ്കിലും താമസം മാറിയപ്പോൾ തന്നെ ജനമതറിഞ്ഞു. അപ്പോഴാണ് ഇ.ഡിയുടെ ബുദ്ധി വ്യക്തമായി പ്രവർത്തിച്ചത്. ക്ലിഫ് ഹൗസിൽ നിന്നും ഫയലുകളെല്ലാം ഏതെങ്കിലും ഒരു മുറിയിൽ കൂട്ടിയിടുമെന്നും പിന്നീട് അവയെല്ലാം അടുക്കി വയ്ക്കൂ എന്നും തിരിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധി ഇ.ഡിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ അങ്ങ് ചെന്ന് കയറിയപ്പോൾ എന്ത് കിട്ടി എന്നാണ് സഖാക്കൾ ചോദിച്ചത്. കണ്ണൂരിലെ പിണറായിയുടെ ജന്മവീട്ടിൽ നിന്നും ഒന്നും ലഭിച്ചില്ല എന്ന് എഴുതി കൊടുത്തത് വെച്ച് സഖാക്കൾ അന്ന് ഇ.ഡി റെയ്ഡ് പ്രഹസനം എന്ന് പ്രചരിപ്പിച്ചത് മറക്കരുത്. പക്ഷെ തിരുവനന്തപുരത്തെ താൽക്കാലിക വസതിയിൽ നിന്നും ആവശ്യത്തിന് ഇ.ഡിക്ക് കിട്ടി. അവിടെ നിന്നും ഇ.ഡി കണ്ടെടുത്തത് 3 പ്രധാനപ്പെട്ട രേഖകളാണ്. ഒന്ന്, പിണറായിയുടെ മകൾ വീണ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഐഫോൺ. 2, ചുവന്ന കവർ പേജുള്ള ഒരു വലിയ ഡയറി. 3, വെറുതെ എന്തൊക്കെയോ എഴുതി വച്ചിരുന്ന കുറേ പേപ്പറുകൾ. കൂടാതെയാണ് പിണറായിയുടെയും പിണറായിയുടെ മക്കളുടെയും സ്വത്ത് വിവരങ്ങൾ അടങ്ങിയ ചില പ്രമാണങ്ങളും അവിടെ നിന്ന് പൊക്കിയത്. ഇവിടെ ആവണമെന്നില്ല എല്ലാ പ്രമാണങ്ങളും. എങ്കിൽ പോലും ഇവിടെ നിന്ന് ലഭിച്ച പ്രമാണങ്ങളും രേഖകളും പരിശോധിച്ച് ഇ.ഡി പിണറായിയുടെയും മകളുടെയും സ്വത്തുക്കളുടെ ഉറവിടത്തിലേക്ക് ഊളയിട്ടു. ഈ ചുവന്ന ഡയറിയുടെ 1 മുതൽ 9 വരെയുള്ള പേജിൽ നിരവധി നിർണായകമായ വിവരങ്ങളുണ്ടായിരുന്നു. എഴുതി വച്ചിരുന്ന കടലാസ ഷീറ്റിൽ പിണറായിയുടെയും മകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളുണ്ടായിരുന്നു. ഇ.ഡി പിടിച്ചെടുത്ത വീണയുടെ ഐഫോണിൽ നിരവധി കമ്പനികളുമായുള്ള ഇടപാടുകളുടെ, പ്രത്യേകിച്ച് ഇൻവോയിസ് തയ്യാറാക്കി അയച്ചതിൻ്റെ വിശദാംശങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം വേണ്ട വിധത്തിൽ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി മഹസറാക്കി ഇ.ഡി മുമ്പോട്ട് പോകുമ്പോൾ പിണറായിയുടെ തൊട്ടടുത്ത് വരെ അവരുടെ വഴി തെളിഞ്ഞു കിട്ടിയിരിക്കുന്നു. പ്രതി ചേർക്കപ്പെട്ട വീണ വിജയന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിന് ഡൽഹിയിലെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്കുള്ള അപേക്ഷ പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന 2 മൊഴികൾ കേരളം അറിഞ്ഞത്. 2024 ഏപ്രിൽ മാസം 12-ാം തീയതി കരിമണൽ കർത്ത ഇ.ഡിക്ക് കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങൾ ഈ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് കരിമണൽ കർത്ത കൃത്യമായി പറഞ്ഞിരുന്നു, മകളുമായി ഞങ്ങൾക്കൊരു ഇടപാടുമില്ല. മകൾക്ക് ഞങ്ങൾ പണം കൊടുത്തത് പിണറായി വിജയനിൽ നിന്നും സഹായം കൈപ്പറ്റാനാണ്. പിണറായിയിൽ നിന്നും കൈപ്പറ്റിയ സഹായത്തിൻ്റെ വിശദാംശങ്ങൾ ഇ.ഡി പിന്നീട് കണ്ടെത്തി. കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ളയടിച്ച് ആയിരക്കണക്കിന് കോടി രൂപ കരിമണൽ കർത്ത സ്വന്തമാക്കിയപ്പോൾ അതിൻ്റെ പ്രതിഫലമായാണ് പിണറായിയുടെ മകൾക്കും മാസപ്പടി കൊടുത്തത്. പിന്നീട് ഈ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചപ്പോൾ പിണറായിയുടെ മകൾ വീണ വിജയനും കരിമണൽ കർത്തയുടെ മൊഴി ശരിവച്ചിരുന്നു. തനിക്കൊന്നും അറിയില്ല, താൻ കമ്പനിയുടെ ഉടമയാണ് എന്ന് മാത്രമേ തനിക്കറിയൂ എന്ന് പറഞ്ഞ് വീണ വിജയൻ കൈയൊഴിഞ്ഞു.
ഇക്കാര്യവും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ മകൾ വെറും ഇടനിലക്കാരി മാത്രമാണ്. മകൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയത് അപ്പൻ നിയമവിരുദ്ധമായി കരിമണൽ കർത്തയ്ക്ക് സേവനം ചെയ്തു കൊടുത്തതുകൊണ്ടാണ് എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. 66 ലക്ഷം രൂപ നഷ്ടവും 5 ലക്ഷം രൂപ മാത്രം വാർഷിക വിറ്റുവരവുമുള്ള എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയുടെ ജീവനാഡിയായി മാറിയത് CMRL എന്ന കരിമണൽ കർത്തയുടെ കമ്പനിയായിരുന്നു. ആ കമ്പനി 2,78 ലക്ഷം രൂപയാണ് ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ മകൾ വീണയ്ക്കും വീണ മാത്രം ഡയറക്ടറായ എക്സാലോജിക് എന്ന കമ്പനിക്കും കൈമാറിയത്. ഇതുപോലെ പല വ്യാജ ഇടപാടുകളും പിണറായി സേവനം ചെയ്യുന്നതിന് പകരമായി മകൾ കൈപ്പറ്റിയിരുന്നു. ഇതുവരെ പുറത്തു വരാത്ത മറ്റൊരു വിവരം കൂടി ED റിപ്പോർട്ടിൽ അഡ്ജുഡിക്കേഷൻ ട്രിബ്യൂണലിന് കൈമാറിയിട്ടുണ്ട്. ലാക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ വീണ വിജയന് മറ്റൊരു സ്ഥാപനം കൂടി ഉണ്ടായിരുന്നത്രേ. എക്സാലോജിക് പോലെ ഇതും ഒരു കടലാസ് കമ്പനിയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ലാക്കർ ഇന്ത്യ കോർപ്പറേഷനെ കുറിച്ച് ഇതുവരെ വാർത്തകൾ വരാത്തതുകൊണ്ട് ആ കമ്പനിയിൽ അന്വേഷണം നടക്കുമ്പോഴും 15,57,000 രൂപ മിച്ചമുണ്ടായിരുന്നു. ആ 15,57,000 രൂപയും എക്സാലോജിക്കിലുള്ള 27,585 രൂപയും വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലുള്ള 1,37,000 രൂപയും മരവിപ്പിക്കാനാണ് അഡ്ജുഡിക്കേഷൻ ഓഫീസിന് ED ഉദ്യോഗസ്ഥർ അപേക്ഷ കൊടുത്തത്. അപേക്ഷയോടൊപ്പമാണ് ഞങ്ങൾ എന്തിനാണ് ഇതൊക്കെ മരവിപ്പിക്കുന്നത് എന്ന് വ്യക്തമായി പറയുന്നത്. ഇന്നലെ പിണറായി വിജയൻ രാവിലെ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇങ്ങനെയൊരു വിവരം പുറത്തേക്ക് വരുമെന്ന് അറിഞ്ഞിരുന്നേയില്ല. അതുകൊണ്ടാണ് VD സതീശൻ സർക്കാരിനെതിരെ സമരപ്രഖ്യാപനം നടത്താൻ പിണറായി തുറിച്ച മുഖവുമായി പത്രസമ്മേളനം നടത്തിയത്. അതിനിടയിൽ വാർത്ത വരികയും മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ പിണറായിയുടെ മുഖഭാവം കാണേണ്ടതായിരുന്നു. തന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ, ഒരു തെളിവുമില്ലാത്ത ഉണ്ടയില്ല വെടിയുമായി അവർ മുമ്പോട്ട് പോവട്ടെ, ഇതൊക്കെ മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് പിണറായി തലയൂരാൻ ശ്രമിച്ചു. ആരാ പുറത്ത് വിട്ടിരിക്കുന്നു? ആരാ പുറത്ത് വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. ഈ ആരോപണത്തിന് തെളിവുണ്ടല്ലോ എന്ന് അതിനുത്തരം പറയാൻ പിണറായി ചോദിച്ചത് പണ്ട് ക്രൈം നന്ദകുമാർ കൊണ്ടുവന്ന ഒരു ഉണ്ടയില്ല വെടി കമല ഇന്റർനാഷണലിനെ കുറിച്ചാണ്. അതൊക്കെ പറഞ്ഞ് പിണറായി ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് പിണറായി പറയുന്നു തന്നെ കൊടുക്കാനുള്ള നീക്കം ശക്തമാണെന്ന്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളത് വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. കൊടുക്കാനുള്ള നീക്കമല്ല സഖാവേ, ചെയ്തു കൂട്ടിയ തോന്നിയാസത്തിന്റെ അഴിമതിയുടെയും ബാക്കി പത്രമാണ്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിട്ട് കാര്യമില്ല. മകൾക്കും മകനും കുടുംബത്തിനും വേണ്ടി CPM എന്ന പാർട്ടിയെ ഇല്ലാതാക്കുമ്പോൾ കള്ളപ്പണക്കാരോട് ഇടപാടിന് പോകുമ്പോൾ ഓർക്കണമായിരുന്നു. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഷോൺ ജോർജ് പത്രസമ്മേളനം നടത്തി അങ്ങനെയങ്ങ് തലയൂരണ്ട, ലക്ഷ്യം പിണറായി തന്നെയാണ്, അവിടേക്ക് അടുത്ത് കഴിഞ്ഞിരിക്കുന്നു, ഇനിയല്ലേ കളി കാണാൻ പോകുന്നത് എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചത്. എന്തായാലും മാസപ്പടി ആരോപണം മറ്റൊരു ലെവലിലെത്തിയിരിക്കുന്നു. പിണറായിയെ ഇതുവരെ സംരക്ഷിച്ച കേന്ദ്ര ഏജൻസികൾ പിണറായിക്ക് ചുറ്റും വല വിരിച്ചിരിക്കുന്നു. ഏതു നിമിഷവും ഇനി പിണറായിയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യാൻ ഹാജരാവണം എന്നാവശ്യപ്പെട്ട് പിണറായിക്ക് നോട്ടീസ് കൊടുക്കും എന്നാണ് റിപ്പോർട്ട്. ഈ നോട്ടീസിനോട് പിണറായി എങ്ങനെ പ്രതികരിക്കും എന്ന് കണ്ടറിയണം. നോട്ടീസ് അവഗണിക്കാൻ എന്തായാലും സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ കോടതിയിൽ പോവേണ്ടി വരും. കോടതി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്താലും നടക്കുന്നൊരു അന്വേഷണത്തിൽ ഇടപെടാൻ പ്രയാസമാകും. കാരണം ഈ അന്വേഷണം തന്നെ തടയാൻ കോടതിയിൽ പലതവണ CMRLും എക്സാലോജിക്കുമൊക്കെ പോയതാണ്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചുമൊക്കെ ഒരുപാട് കയറിയ കേസിൽ ഇനി അധികം ഇടപെടൽ കോടതിയിൽ നിന്നും ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ വീണ വിജയനെ പുതിയ കാറിൽ കൊച്ചിയിലെ ED ഓഫീസിൽ കൊണ്ടാക്കിയതുപോലെ മുഹമ്മദ് റിയാസിന് അമ്മായി അച്ഛൻ പിണറായി വിജയനെയും കൊണ്ടുപോവേണ്ടി വരും. സമൻസ് കഴിഞ്ഞാൽ അടുത്തത് അറസ്റ്റ് ആവും. വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുമോ അതോ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. പിണറായിയുടെ മകളെങ്കിലും അഴിമതി കേസിൽ ജയിലിലാവണം എന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന മലയാളി ഈ വർഷം കേൾക്കാൻ പോകുന്നത് സാക്ഷാൽ പിണറായി തന്നെ അഴിയെണ്ണുന്ന വാർത്തകളായിരിക്കും. സഹതപിക്കാനോ പൊട്ടിത്തെറിക്കാനോ തെരുവിലിറങ്ങി തല്ലുകൊള്ളാനോ സഖാക്കൾ പോലും എത്തിയേക്കില്ല. മകൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയവർ 2 മാസമായി ജയിലിലാണ് എന്നതുകൊണ്ട് മറ്റു സഖാക്കൾ ജാഗ്രത പാലിക്കുമെന്ന് തീർച്ച.